സിനിമാ മേഖലകളിൽ ജോലി ചെയ്യുന്ന ചിലർ നേരത്തെ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ മുമ്പിൽ അത്തരം പ്രശ്നം വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെടും. CITUവിൻ്റെ അതെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം വ്യവസായമാണ്. സാധാരണ ഒരു ട്രേഡ് യൂണിയൻ രീതിയിലോ ഒരു തൊഴിലിടം എന്നുള്ള നിലയിലോ മാത്രം പരിഗണിക്കേണ്ടതല്ല. ഇതൊരു തൊഴിലിടം തന്നെയാണ് സിനിമ. അപ്പം അവിടെ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുക എന്നുള്ള ആവശ്യം അവിടെ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഉന്നയിച്ചാൽ തീർച്ചയായും ഞങ്ങളത് റെസ്പോണ്ട് ചെയ്യും. അവർക്ക് ഇങ്ങനെ സംഘടിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ സംഘടിപ്പിക്കാനും അവിടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ CITU ചുമതല നിർവഹിച്ചു വരുന്നുണ്ട്. അത് ഇവരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിർവഹിക്കും. ഇപ്പോൾ നിലവിൽ തന്നെയുള്ള ചില സംഘടനകൾ ഇപ്പോൾ കൃഷ്ണവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പറയുന്നത് ഒരു തൊഴിലാളി വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ സ്വഭാവം ഈ തർക്ക പോലുള്ള സംഘടനകൾ കാണിക്കുന്നില്ല എന്നാണ്. എനിക്കതിൻ്റെ വിശദാംശം പറയാൻ കഴിയില്ല. കാരണം ആ മേഖലയിൽ നമ്മൾ അങ്ങനെ ഇടപെട്ടിട്ടില്ല. ആ മേഖല ഞങ്ങൾ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ട് ഇടപെടുക എന്നുള്ളത് ഓരോ മേഖലയിലും തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കും. അതുകൊണ്ട് CITUവിൻ്റെ സഹായത്തിന് വേണ്ടി ചിലർ അഭ്യർത്ഥിക്കും. ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചിലർ വിളിച്ചു കൂട്ടും. അപ്പം അത് ആവശ്യത്തിനനുസരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ എന്നുള്ളതിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തില്ല. അപ്പോൾ ആ മേഖലയിൽ ഇത് വന്നിട്ടില്ല. വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ഞങ്ങളത് ഇടപെട്ട് അല്ല ആളിത് വരണ്ടേ. ആള് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ മുൻകൈ എടുക്കും. ഒരു കാര്യമില്ല. ഞങ്ങളിപ്പം പത്രക്കാരുടെ സംഘടന, സ്വതന്ത്ര സംഘടന, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരെ പരിപാടി പങ്കെടുക്കുന്നുണ്ട്, അവർക്ക് സഹായിക്കുന്നുണ്ട്, അവരുടെ ഡിമാൻഡിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് ആ നിലയിൽ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ വരുമ്പം സംഘടന ഇല്ലെങ്കിൽ പോലും ചില പ്രശ്നങ്ങളോട് നിലപാടെടുത്തിട്ടുണ്ട്. ഈ സിനിമാ രംഗത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണം വേണമെന്ന നിലപാടാണ് CITUവിനുള്ളത്. അതുകൊണ്ട് തുടർന്നും അത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്.